എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മുടെ ഇന്നത്തെ സോഡിയക് സൈൻ ബേസ്ഡ് ആയിട്ടുള്ള റീഡിങ്ങിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്ക് ആദ്യം തന്നെ എരീസ് റിലേറ്റഡ് ആയിട്ടുള്ള റീഡിങ്സ് നോക്കാം. ഇതിൽ മെയിനായിട്ട് കരിയർ കാണും, റിലേഷൻഷിപ്പ് വൈസ് കാണും, മണി വൈസ് കാണും. ഓക്കെ, നമുക്ക് ആദ്യം എരീസിൻ്റെ നോക്കാം. സോ എരീസുകാർക്ക് ആദ്യം കുറച്ച് ഹാർഡ്ഷിപ്സ് ഒക്കെ ഉണ്ട്, കുറച്ച് നെഗറ്റീവ് ഉണ്ട്, സർക്കംസ്റ്റൻസ് അത്രയ്ക്ക് അങ്ങോട്ട് നല്ലതല്ല. പക്ഷേ യൂണിവേഴ്സ് തരുന്ന അഡ്വൈസ് എന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ ഒരു ഷോർട്ട് ടേം പീരീഡിലത്തേക്ക് വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു ഹാർഡ്ഷിപ്സ് എല്ലാം. അത് കഴിയുമ്പോഴത്തേക്ക് അത് മാറുമെന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. സൺ കാർഡ്, ഹാർഡ്ഷിപ്സ് ഇപ്പോഴുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഫ്യൂച്ചറിൽ കുറച്ച് ഷോർട്ട് ടേം അത് കാണും, അത് കഴിഞ്ഞിട്ട് ഫ്യൂച്ചറിൽ നിങ്ങൾക്കത് മാറും എന്നാണ് പറയുന്നത്. സൺ കാർഡ് വന്നിട്ടുണ്ട്. സൺ കാർഡ് എന്ന് പറയുന്നൊരു പോസിറ്റീവ് സൈനാണ്. പിന്നെ നമുക്ക് ജഡ്ജ്മെൻറ്റ് കാർഡ് വന്നിട്ടുണ്ട്. ജഡ്ജ്മെൻ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ക്ലാരിറ്റി ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടും എന്നാണ് പറയുന്നത്. ജഡ്ജ്മെൻറ്റ്, എന്തെങ്കിലും ഒരു കാര്യത്തിൽ ക്ലാരിറ്റി നമുക്ക് ആവശ്യമുണ്ട്, ആ ക്ലാരിറ്റി നമുക്ക് കിട്ടും. അതാണ് ഇന്നത്തെ ഏരീസിൻ്റെ എനർജി. ഒരു 2 കാർഡ് കൂടി നോക്കാം. ഓക്കെ, സംതിങ് ഈസ് ഗോയിങ് ടു എൻഡ് ഇൻ യുവർ ലൈഫ്. അപ്പോൾ ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട്. ഡെത്ത് കാർഡ് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാര്യം എൻഡ് ആവും എന്നാണ് പറയുന്നത്. ഫിസിക്കൽ എൻഡിങ് അല്ല ഉദ്ദേശിക്കുന്നത്, പക്ഷേ സംതിങ് ഈസ് ഗോയിങ് ടു എൻഡ്. ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിരിക്കും. ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം എൻഡ് ആവുകയാണെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ്ങും കാണും. അപ്പോൾ സംതിങ് ഈസ് ഗോയിങ് ടു എൻഡ് ഇൻ യുവർ ലൈഫ് ആൻഡ് സംതിങ് ന്യൂ ഈസ് കമ്മിങ്. അതാണ് ഡെത്ത് കാർഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ അതാണ് ഏരീസിൻ്റെ ഇന്നത്തെ റീഡിങ്. ഡെത്ത് കാർഡ് വന്നതുകൊണ്ട് ഞാൻ ഒരു കാർഡും കൂടെ ഏരീസുകാർക്ക് വേണ്ടിയിട്ട് നോക്കാം. പേജ് ഓഫ് കപ്സ്, ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി, പുതിയ ഐഡിയ, ഇതെല്ലാം നിങ്ങൾക്ക് വരും എന്നാണ് പറയുന്നത്. ഒരു ക്രിയേറ്റീവായിട്ട്, ഇമാജിനേറ്റീവ്, സംതിങ് റിലേറ്റഡ് ടു ഇമാജിനേറ്റീവ്. സോ എന്ത് ഐഡിയ ആണെങ്കിലും നിങ്ങളത് എക്സിക്യൂട്ട് ചെയ്യാൻ മുമ്പേ വളരെയധികം ചിന്തിച്ചിട്ട് മാത്രം ചെയ്യുക എന്നാണ് പേജ് ഓഫ് കപ്സിൻ്റെ എനർജി പറയുന്നത്. ഓക്കെ, സോ അതാണ് നമ്മുടെ ഏരീസിൻ്റെ റീഡിങ് ഇന്നത്തെ. ഇനി നമുക്ക് ടോറസ് കാർഡ് നോക്കാം. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഞാൻ കുറച്ച് റീഡിങ്സ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇത് എത്ര സമയമാവുമെന്നൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല, അതുകൊണ്ടാണ് പെട്ടെന്ന് എടുത്തു പോകുന്നത്. എത്ര സമയം എടുക്കും, എങ്ങനെയായിരിക്കും ഇത് വരുന്നതെന്നൊന്നും അറിയില്ല. നമുക്ക് നോക്കാം ടോറസുകാരുടേത്. ടോറസുകാർക്ക് ആദ്യം വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ നൈറ്റ് ഓഫ് സോർഡ്സ് ആണ്. നിങ്ങൾക്ക് ഒരു ബിഗ് ചേഞ്ച് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ആ ചേഞ്ചിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറേ ദിവസമായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ആ ചേഞ്ച് വന്നാൽ ഉടനെ ആ ചേഞ്ചിൻ്റെ കൂടെ നിങ്ങൾ റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അത് ഉടനെ തന്നെ വരുന്നുണ്ട്. കണ്ടോ, ഒരു കുതിരപ്പുറത്ത് വാളൊക്കെ ആയിട്ട് വളരെ സ്പീഡിൽ ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് കാർഡ് പറയുന്നത്. ഇത് ടോറസുകാരുടെ റീഡിംഗ് ആണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ഇപ്പോൾ ടോറസുകാരുടെ അടുത്ത എനർജി എന്ന് പറയുന്നത് 10 ഓഫ് സോർഡ്സ് ആണ്. നിങ്ങൾക്ക് വളരെ പെയിൻഫുള്ളായിട്ട്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു എൻഡിങ് എന്തോ ഒരു കാര്യത്തിലുണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ അത് റിലേഷൻഷിപ്പിലായിരിക്കാം, ചിലപ്പോൾ വേറെന്തെങ്കിലും കരിയർ ബേസ് ആയിരിക്കാം. സോ നിങ്ങൾക്ക് എന്തോ ഒരു എൻഡിങ് വന്നിട്ടുണ്ട്. നിങ്ങൾക്കതിൻ്റെ പെയിൻ ഉണ്ട്, ഷോക്കിംഗ് ലോസ് ആയിരുന്നു അത്. ഓക്കെ, സോ ആൻഡ് വണ്ടർ, നിങ്ങൾക്ക് ഭയങ്കര അത്ഭുതമായിട്ടിരിക്കുകയാണ്. ഇഫ് യു വിൽ എവർ ലവ് ഓർ ഫൈൻഡ് വർക്ക് ഫോർ ട്രസ്റ്റ് അഗെയിൻ. നിങ്ങൾക്കിനി ആരെങ്കിലും സ്നേഹിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന രീതിയിൽ എന്തോ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നിന്നും
എൻഡായിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് ടോറസുകാരുടെ കാർഡിൽ വന്നിരിക്കുന്നത്. അതാണ് അവരുടെ എനർജി ഇന്നത്തെ. ഓക്കെ, സോ ഡെത്ത് കാർഡും എൻഡ് കാർഡും വന്നതുകൊണ്ട് നമുക്കൊരു കാർഡും എടുത്ത് നോക്കാം. ടോറസുകാർക്ക് 7 ഓഫ് കപ്സ് ആണ്. നിങ്ങൾക്ക് എന്തോ കുറച്ച് ഇല്യൂഷൻസ്, അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മുന്നിലൂടെ പോകുന്നുണ്ട്. ചിലർ ഓപ്പർച്യൂണിറ്റീസ്, വാഗ്ദാനങ്ങൾ ഇതൊക്കെ തരുന്നുണ്ട്. മോർ മണി, കൂടുതൽ പൈസ തരാമെന്ന് പറയുന്നുണ്ട്, കൂടുതൽ ഫെയിം തരാമെന്ന് പറയുന്നുണ്ട്, കൂടുതൽ പവർ തരാമെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ ഫ്രണ്ടിൽ കൂടെ നിങ്ങളുടെ ഇല്യൂഷനിലാക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള കുറേ പ്രോമിസസ് ഒക്കെ ആരോ തരുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് നോട്ട് റിയൽ, ഇറ്റ് ഈസ് നോട്ട് എവ്രിതിങ്, ഇറ്റ് ഈസ് ക്രാഫ്റ്റ് അപ്പ് ടു യു. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലിപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളല്ല എന്നത് നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ് പറയുന്നത്. ടോറസുകാരുടെ എനർജിയാണ്. ഓക്കെ, ടോറസുകാരുടെ എനർജി എനിക്കിത് കണ്ടപ്പോൾ 2 കാർഡും കൂടെ എടുക്കണമെന്ന് തോന്നി. അപ്പോൾ ടോറസുകാരുടെ അടുത്ത എനർജി വീണ്ടും എനിക്ക് 7 ഓഫ് കപ്സ് തന്നെ വന്നു. യു ആർ പ്രോൺ ടു ഇല്യൂഷൻസ് ആൻഡ് അൺറിയലിസ്റ്റിക് ഐഡിയൽസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അങ്ങനത്തെ ഇല്യൂഷൻസ് ഒക്കെ വരുമ്പോഴത്തേക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ അത് റിയൽ അല്ല എന്ന് മനസ്സിലാക്കണം. ഓക്കെ, സോ ഇത് മാറി വരുമെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. മാറി വന്നിട്ടുണ്ട്. 8 ഓഫ് സോർഡ്സ് ആണ് വന്നിരിക്കുന്നത്. യു ആർ ട്രാപ്ഡ് എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ എന്നെ ട്രാപ്പ് ചെയ്തിരിക്കുന്നു. പക്ഷെ ആക്ച്വലി സിറ്റുവേഷൻ ട്രാപ്ഡ് അല്ല. അത് നിങ്ങൾ തനിയെ നിങ്ങളുടെ നെഗറ്റീവ് തിങ്കിങ് കൊണ്ട് നിങ്ങൾ ട്രാപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നതാണ്. ഇതിൽ നോക്കുമ്പോൾ തന്നെ അറിയാം, ഒരു ലേഡിയുടെ കൈ കെട്ടിയിട്ടുണ്ട്, കണ്ണ് കെട്ടിയിട്ടുണ്ട്. അവരുടെ 2 സൈഡിലായിട്ട് കുറേ സോഡ്സ്, വാളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ നമുക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ ഇത്രയും ബന്ധിച്ചിട്ടുണ്ടെങ്കിലും അവരുടെ കാല് 2 ഫ്രീ ആണ്. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആ ഒരു സിറ്റുവേഷനിൽ നിന്നും പതുക്കെ നടന്ന് രക്ഷപ്പെടാം. അപ്പോൾ അതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ ആരും നിങ്ങളെ ട്രാപ്പ് ചെയ്തിട്ടില്ല, പക്ഷേ നിങ്ങളുടെ നെഗറ്റീവ് തിങ്കിങ് ആണ് നിങ്ങൾ ട്രാപ്പ് ചെയ്ത് നിൽക്കുകയാണ്, അല്ലെങ്കിൽ ട്രാപ്പിലായിപ്പോയി എന്ന് ചിന്തിക്കുന്നത് നിങ്ങളുടെ നെഗറ്റീവ് തിങ്കിങ്സ് ആണ്. അപ്പോൾ അത് മാറ്റി വെച്ചാൽ കാര്യങ്ങൾ മുന്നോട്ട് പോകും. അപ്പോൾ ഇതാണ് ടോറസിൻ്റെ ഇന്നത്തെ എനർജി. അടുത്തത് ജെമിനിയുടെ എനർജിയാണ്. ജെമിനൈൻസിൻ്റെ എനർജി നമുക്ക് നോക്കാം. ജെമിനൈൻസിൻ്റെ എനർജി ആദ്യം തന്നെ നമുക്കൊരു സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സ്റ്റാർ എന്ന് പറയുമ്പോൾ നല്ലൊരു കാർഡാണ്. ഹോപ്പ് ഫോർ ദി ഫ്യൂച്ചർ, ഇൻസ്പിറേഷൻസ്, കണ്ടെയ്ൻമെൻറ്റ്, ഇതിനെയൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്നൊരു കാർഡാണ് സ്റ്റാർ എന്ന് പറയുന്നത്. വളരെ നല്ല പോസിറ്റീവായിട്ടുള്ളൊരു കാർഡാണ്. രണ്ടാമത്തെ കാർഡ് എംപ്രസ് കാർഡാണ്. ജെമിനിക്ക് എംപ്രസ് കാർഡ് വന്നിരിക്കുന്നു. എംപ്രസ് കാർഡ് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ സോഫ്റ്റ് സൈഡ് മറ്റുള്ളവരെ കാണിക്കണം ഇന്നത്തെ ദിവസം എന്നാണ്. എല്ലാവർക്കും ഒരു സോഫ്റ്റ് സൈഡും ഒരു ഹാർഡ് സൈഡും ഉണ്ടല്ലോ. ഇന്നത്തെ ദിവസം ജെമിനിക്കാർ നിങ്ങളുടെ ആ ഒരു ഡ്യുവൽ ഫേസ് ഇല്ലേ, 2 ഫേസ് ഇല്ലേ, അതിൽ സോഫ്റ്റ് ആയിട്ടുള്ള ഫേസ് മറ്റുള്ളവരെ കാണിക്കേണ്ട ഒരു ദിവസമാണെന്ന്. ഓക്കെ, നിങ്ങൾക്ക് ഇമോഷൻസ് കാണും, എനിക്കറിയാം. അത് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക. ഫീലിംഗ് ആൻഡ് ലിസൺ ടു ഇൻഡ്യൂഷൻ. ഇൻഡ്യൂഷൻ നിങ്ങളുടെ മനസ്സിൽ എന്താണോ തോന്നുന്നത് ആ ഇൻഡ്യൂഷനെ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ പുറത്തോട്ട് വരുന്ന ഇമോഷൻസ് എപ്പോഴും പോസിറ്റീവായിട്ടും അതുപോലെ നല്ല സൈഡും നിങ്ങൾ കാണിക്കാൻ ശ്രമിക്കുക ജെമിനൈൻസ്. ഇനി ചിലർക്ക് പ്രഗ്നൻസി കാണുന്നുണ്ട്, മദർഹുഡ് കാർഡ്സൊക്കെ കാണുന്നുണ്ട്. നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ആരോ പ്രഗ്നൻസി കാണിക്കുന്നുണ്ട് ജെമിനൈൻസിന്. ഓക്കെ, നമുക്ക് വേറൊരു കാർഡും കൂടെ എടുക്കാം. ജെമിനൈൻസിന് ജഡ്ജ്മെൻറ്റ് വരുന്നുണ്ട്. ജഡ്ജ്മെൻ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏതോ ഒരു കാര്യത്തിൽ ക്ലാരിറ്റി വേണമായിരുന്നു, ആ ക്ലാരിറ്റി ഇന്നത്തെ ദിവസം കിട്ടും എന്നാണ് പറയുന്നത്. അടുത്തത് 7 ഓഫ് പെൻഡക്കിൾസ് ആണ്. 7 ഓഫ് പെൻഡക്കിൾസ് എന്ന് വെച്ചാൽ നിങ്ങളൊരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതൊരു ലോങ് ടേം റിവാർഡിന് വേണ്ടിയിട്ടാണ്. അതായത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യം, ഇപ്പോൾ എനർജി ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യം
ഒരു ലോങ് ടേമിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ സസ്റ്റൈനബിൾ ആയിട്ടുള്ള റിസൾട്ട് കിട്ടണം. നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് ജയിച്ച് വരേണ്ട, നിങ്ങൾക്ക് പെട്ടെന്ന് വിൻ ചെയ്യേണ്ട. നിങ്ങളൊരു കാര്യത്തിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ലോങ് ടേമിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് അതൊന്നുള്ള റിസൾട്ട്സ് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് ഇതിന് കാണിക്കുന്നത്. ഓക്കെ, സോ ജെമിനൈൻസിന് ഒരു കാർഡ് കൂടി എടുക്കാം. ജെമിനൈൻസിൽ നിന്ന് പോസിറ്റീവാണ് എല്ലാം. ഓക്കെ, പോസിറ്റീവ് എന്ന് പറഞ്ഞതും ഒരു നെഗറ്റീവ് കാർഡ് വന്നിട്ടുണ്ട്, 7 ഓഫ് സോർട്സ്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് സംബഡി ഈസ് മേക്കിംഗ് മെൻ്റൽ മാനിപ്പുലേഷൻസ് വിത്ത് യു. ചില ടാക്ടിക്സ്, ചില സ്കീമിങ്, കണ്ണിങ് എനിമീസ് ഉണ്ട് നിങ്ങളുടെ ചുറ്റും. നിങ്ങളുടെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അവർ നിൽക്കുന്നത്, പക്ഷേ അവർ നിങ്ങളുടെ എനിമീസാണ്. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ റിസ്ക് എടുക്കുക, നിങ്ങളുടെ ഒപ്പോണൻസിൻ്റെ ഒരു സ്റ്റെപ്പ് എഹെഡായിട്ട് ചിന്തിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അതാണ് ഇന്ന് നമ്മുടെ ജെമിനൈൻസിൻ്റെ സോഡിയക് സൈൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എനർജീസ്. ഇനി അടുത്തത് നമുക്ക് ക്യാൻസറാണ്. ക്യാൻസർ സോഡിയക് സൈൻസ് നോക്കാം. ക്യാൻസർ സോഡിയക് സൈൻസ് ജൂൺ 21 മുതൽ ജൂൺ 22 വരെ വരുന്ന ആൾക്കാരുടെ സോഡിയക് സൈനാണ് ക്യാൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ക്യാൻസറിൻ്റെ ആദ്യത്തേന്ന് വെച്ചാൽ നിങ്ങൾ ഓക്കെ ദ ഹാങ്ഡ് മാൻ ആണ്, പക്ഷേ ഹാങ്ഡ് മാൻ റോസാണ് വന്നിരിക്കുന്നത്, കുഴപ്പമില്ല. സോ ഹാങ്ഡ് മാൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തോ ഒരു കാര്യം ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്, പക്ഷേ ഹാങ്ഡ് മാൻ റിവേഴ്സ്ഡ് ആണ് വന്നിരിക്കുന്നത്. നോട്ട് ഫീലിംഗ് സ്റ്റക്ക് ഓർ ട്രാപ്ഡ്, അതാണ് ക്യാൻസറിൻ്റെത്. പിന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ട് കാർഡ് വന്നിട്ടുണ്ട്. സ്റ്റാർട്ട് കാർഡ് പോസിറ്റീവാണ്. ഹോപ്പ് ഫോർ ദ ഫ്യൂച്ചർ ഇൻഡിക്കേറ്റ്സ് ഹോപ്പ് ഫോർ ദ ഫ്യൂച്ചർ. നിങ്ങൾക്ക് ഇൻസ്പിറേഷൻസ് ഉണ്ടാവും. യുവർ സെൽഫ് ഫീലിംഗ് പോസിറ്റീവ്, മോട്ടിവേറ്റഡ് ആൻഡ് ഫ്രീ, അതാണ് സ്റ്റാർ കാർഡ്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാർഡാണ്. പിന്നെ വന്നിരിക്കുന്നത് എംപറർ കാർഡാണ്. എംപറർ കാർഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇന്നത്തെ ദിവസം എന്തെങ്കിലും ഇമോഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും മൈൻഡ് ഓവർ ഹാർട്ട് എടുക്കണം. ഹാർട്ട് പറയുന്നത് കേട്ടിട്ട് അതിൻ്റെ പുറകെ നിന്ന് പോകരുത്. മൈൻഡ് വെച്ചിട്ട് ഇന്നത്തെ ദിവസം കാര്യങ്ങൾ തീരുമാനിക്കണം. കോൺസെൻട്രേഷൻ ചെയ്യണം. സ്റ്റെബിലിറ്റി, ഫോക്കസ് എന്നിവ ഉപയോഗിച്ചിട്ട് ഓരോ കാര്യത്തിലും നിങ്ങൾ ഡിസിഷൻസ് ഇന്നത്തെ ദിവസം എടുക്കണമെന്നാണ് പറയുന്നത്. സോ എംപറർ കാർഡ് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ക്യാൻസറുകാർക്ക് 7 ഓഫ് വാണ്ട്സ് വന്നിട്ടുണ്ട്. ചിലർ നിങ്ങളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, ഹരാസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷെ നിങ്ങൾ അതിനെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. സ്വന്തമായിട്ട് ഒരു സ്ട്രോങ് ഡിഫെൻസ് സിസ്റ്റം ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ